ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇനി 100 ദിവസം കൂടെയുള്ളൂ. പ്രിൻസിപ്പാൾ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു അസംബ്ലി നടത്തുന്ന സീനിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? പരീക്ഷയല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പാൾ കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. എക്സാമൊക്കെ കഴിഞ്ഞ് ഷിയാമി പാരൻസിൻ്റെ കൂടെ പേടിച്ച് റിസൾട്ട് നോക്കാനിരിക്കും. അവൾക്കാണെങ്കിൽ നല്ല മാർക്കുണ്ട്. അപ്പോൾ ഇനി ഫിലിം അക്കാഡമിയിൽ തന്നെ ചേരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പാരൻസ് റിലേറ്റീവ്സിനോടൊക്കെ ഈ വിവരം വിളിച്ചറിയിക്കാൻ പോകും. ഗ്രേഡ് കാർഡ് വാങ്ങാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി റുവോത്തറിനെയും കാണും. അവൾക്കും കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നാലും അവൾ യുവാനെ കാണാൻ ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇതിനുശേഷം ഷിയാമി ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ സൈഡിൽ ഇതെല്ലാം കണ്ട് റോസി നിൽപ്പുണ്ടാവും. അവൾ നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. റോസിയെ ഹഗ് ചെയ്യുന്നത് സ്വപ്നം കണ്ട് പെട്ടെന്ന് ഷിയാമി മാനേജറുടെ കോൾ വന്ന് എണീക്കുമ്പോഴേക്കും 10 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അവൾ എഴുതുന്ന പുതിയ സ്റ്റോറിക്ക് കുറച്ച് ആക്ടേഴ്സിനെ മാനേജർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു റോസിയും ഉണ്ടെന്നറിയുന്നതോടെ ഷിയാമി വിഷമിക്കുന്നു. എന്തെന്നാൽ 10 വർഷമായിട്ടും റോസിയെക്കുറിച്ചൊരു വിവരവുമില്ല. അവൾക്ക് വേണ്ട ആക്ടേഴ്സിനെ അവൾ തന്നെ കണ്ടെത്താമെന്ന് പറഞ്ഞ് സ്റ്റോറി ഒന്നുകൂടി കൊഴുപ്പിക്കാൻ അവൾ അവളുടെ നാട്ടിലേക്ക് പോകുന്നു. ഓഫീസിന് പുറത്ത് റോസി ഉണ്ടായിരുന്നു. എന്നാൽ ഫാൻസ് ചുറ്റുമുള്ളതിനാൽ ഇവർ പരസ്പരം കാണുന്നില്ല. കാറിൽ കയറി ഷിയാമി റോസിയെക്കുറിച്ച് ചിന്തിച്ച് വീട്ടിലെത്തുന്നു. ആഗ്രഹിച്ച പോലെ അവൾ ഇപ്പോൾ ഒരു റൈറ്ററാണ്. വീട്ടിലെത്തിയ ഉടൻ അച്ഛൻ അവൾക്ക് കല്യാണം ആലോചിച്ചെങ്കിലും അമ്മ അതിൽ നിന്നും അവളെ രക്ഷിക്കുന്നു. ജുൻഗിയും ഷുവാവുവും ഇപ്പോൾ കപ്പിളാണ്. ഷിയാമി നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ അവരൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തു. ഡയോന് വൈൻ സെയിൽസ് ആണ്. അതവൻ മാക്സിമം പ്രമോട്ട് ചെയ്യുന്നുണ്ട്. ഹാനിൻ്റെ ഹോട്ടലിലാണ് മീറ്റപ്പ്. റുവോത്തിയറും യുവാനും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്ന് ഷിയായോ എല്ലാവരെയും അറിയിക്കുമ്പോൾ ഹാനിന് ഇപ്പോഴങ്ങനൊരു ക്രഷ് ഇല്ലെന്ന് അവൾ പറയുന്നു. റോസി വരുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പാണ് ഷിയാമി. അപ്പോഴേക്കും റോത്തിയർ വരുന്നു. ഷിയാമിയോട് റോസിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഹാൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. ഷിയാമിയാണെങ്കിൽ വളരെ പോസിറ്റീവായി തന്നെ നിൽക്കുന്നു. ശേഷം ബാത്റൂമിൽ വെച്ചും റോത്തിയർ ഷിയാമിയോട് നല്ല രീതിക്ക് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ഷിയാമി ഇതൊന്നും കാര്യമാക്കാതെ തിരികെ എത്തുമ്പോൾ മീറ്റപ്പിന് സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും. റോസി എന്ന് കരുതി നോക്കുമ്പോൾ യുവാൻ ആയിരിക്കും. ഇരുവരും ഹഗ് ചെയ്യുന്നു. യുവാനെ കണ്ട് റോത്തിയർ ഞെട്ടി. അവൻ വരില്ലെന്ന് പറഞ്ഞയച്ചെന്ന് റുവോത്തിയർ നേരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നു. എന്നാൽ യുവാൻ അവളെ നാണം കെടുത്താത്ത രീതിയിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ശേഷം ഷിയാമിയും യുവാനും റോസിയെക്കുറിച്ച് സംസാരിക്കും. 10 ഇയർ പ്രോമിസും റോസി ഫിലിം അക്കാഡമിയിൽ പഠിക്കാൻ വരാത്തതും ഫോൺ നമ്പർ മാറ്റിയതുമെല്ലാം അവർ ചർച്ച ചെയ്യും. റോസിയെ പൈസ കൊടുത്ത് യുവാൻ്റെ പാരൻസ് സഹായിച്ചതൊക്കെ അവൻ തിരികെ നൽകിയിരുന്നു. റുവോത്തിയറും യുവാനും റിലേഷനിലാണെന്ന് കരുതി റുവോത്തിയർ വരുമ്പോൾ ഷിയാമി അവിടുന്ന് മാറും. എന്നാൽ യുവാൻ അവളോട് അടുപ്പമൊന്നും കാണിക്കില്ല. കാരണം മറ്റൊരു പൈസക്കാരനെ കണ്ടപ്പോൾ റുവോത്തിയർ യുവാനെ ചീറ്റ് ചെയ്തു. അവർ ബ്രേക്കപ്പായി. വീണ്ടും ഒരു ചാൻസ് റുവോത്തിയർ ചോദിക്കുന്നുണ്ടെങ്കിലും യുവാൻ അതിന് തയ്യാറല്ല. റോസിയും ഷിയാമിയും പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഷിയാമി ഒറ്റയ്ക്ക് പോകും. പ്രോമിസ് കീപ്പ് ചെയ്തില്ലെന്ന് പറഞ്ഞ് സ്കൂളിലെ ബോർഡിൽ എന്തോ എഴുതി വെക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന റോസി കണ്ട് അവളുടെ പിന്നാലെ പോയെങ്കിലും അവളെന്ന് തെറ്റിദ്ധരിച്ച് വേറെ ഒരു പെൺകുട്ടിയെ കാണും. ശേഷം റോസി ഷിയാമിയുടെ വീടിന് മുന്നിൽ അവളെ കാത്തു നിൽക്കും. ഇതേ സമയം ഷിയാമി യുവാൻ്റെയും ജുൻഗിയുടെയും ഷിയായുൻ്റെയും ഒപ്പം ഇരുന്ന് 10 വർഷമായിട്ടും റോസി വന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരയും. ജുൻഗി ഷിയായുനെ കൊണ്ടുപോകും. യുവാൻ ഷിയാമിയെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ പാട്ടുപാടിയാൽ റോസി വരുമെന്നും പറഞ്ഞവൾ പാട്ടുപാടുന്ന നിമിഷം അത് കേട്ട് റോസി വരുന്നു. അവനെ കണ്ടയുടൻ സ്വപ്നമെന്ന് കരുതി ഷിയാമി അവനെ ചുംബിക്കുന്നു. അവൻ ശരിക്കും വന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അവളത് വിശ്വസിക്കാതെ സ്വപ്നത്തിൽ എനിക്ക് പൂ വാങ്ങിത്തായെന്നൊക്കെ പറഞ്ഞ് അവൻ അവൾക്കത് വാങ്ങിക്കൊടുക്കും. അവർ കുറേ നേരം ഇരുന്ന് സംസാരിച്ചെങ്കിലും ഷിയാമി സ്വബോധത്തിലല്ല. അവൻ അവളെ വീട്ടിൽ കൊണ്ടാക്കും. പിറ്റേന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഷിയാമി ഫ്ലവേഴ്സ് കണ്ട് താൻ കണ്ടത് സ്വപ്നമല്ലെന്ന് തിരിച്ചറിയുന്നു. റൂമിന് വെളിയിൽ റോസിയെ കണ്ടെങ്കിലും അവനെ കാണാൻ കൂട്ടാക്കാതെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ആദ്യമായിട്ട് അവൻ ഡ്രാമയിൽ അഭിനയിക്കുകയാണെന്ന വീഡിയോ കാണുന്നു. ഷിയാമി എഴുതിയ സ്റ്റോറിയിലാണ് റോസി നായകനായി അഭിനയിക്കുന്നത്.
അവൾക്ക് നൽകിയ പ്രോമിസ് കാരണമാണ് അവൻ ഈ ഡ്രാമയിൽ അഭിനയിക്കുന്നതെന്നും പറയുന്നു. ക്ഷമ ചോദിച്ച് അവൻ ഫോണിലും മെസ്സേജ് അയക്കുന്നു. എത്ര നേരമായാലും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വീടിന് വെളിയിൽ നിൽക്കുമെങ്കിലും യുവാനെ ഫോൺ വിളിച്ച് അവിടെ നിന്നും മാറുന്നത് ഷിയാമി കാണുന്നു. അവൻ അവിടുന്ന് പോയതിൽ അവൾക്ക് ദേഷ്യമുണ്ട്. അവസരം കിട്ടിയ പാടെ യുവാൻ റോസിക്കിട്ടൊന്ന് പൊട്ടിക്കും. എന്നിട്ട് അവൻ തന്നെ മരുന്നും വെച്ചു കൊടുക്കും. ആ രാത്രി അവരിരുവരും ഷിയാമിയെക്കുറിച്ച് സംസാരിക്കും. പിറ്റേന്ന് ഷിയാമി പുറത്തിറങ്ങുമ്പോൾ റോസിയും അവളുടെ പുറകെ പോകുന്നു. ഫെരിസ് വീലിൽ വെച്ച് അവരൊന്നിക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നു. ഷിയാമിക്കിപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ല. വർക്ക് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാനെന്നും പറഞ്ഞാണ് റോസി ഷിയാമിയുടെ പിറകെ നടക്കുന്നതും കാറിൽ കയറ്റുന്നതും. പെട്ടെന്ന് മഴ പെയ്യുന്നതോടെ ഷിയാമി വല്ലാതാകുന്നു. മഴ അവൾക്ക് നൽകിയ ട്രോമയെക്കുറിച്ചൊന്നും അവൻ അറിയില്ല. പിറ്റേന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഷിയാമി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ റോസി അവളെ ഫോളോ ചെയ്യും. അവളൊരു റെസ്റ്റോറൻറ്റിൽ കയറും. കുറച്ചപ്പുറത്തായി റോസിയും ഇരിക്കും. റോത്തിയറും യുവാനും ബ്രേക്കപ്പ് ആയെന്ന ഷിയായോൻ്റെ മെസ്സേജ് ഷിയാമിക്ക് വന്നവളത് വായിക്കുമ്പോഴേക്കും റോത്തിയർ അവിടെ എത്തും. ഷിയാമി റോത്തിയറിനെ ഉപദേശിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.